ഭൂട്ടാനിലെ യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് സിംപ്ലി ഭൂട്ടാൻ. ഭൂട്ടാൻ രാജ്യത്തിൻ്റെ പുരാതന ജീവിത രീതി, ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അവരുടെ കൾച്ചർ, കസ്റ്റം, അങ്ങനെ ആ രാജ്യത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരു സിംഗിൾ പോയിന്റ് സ്ഥലമാണ് സിംപ്ലി ഭൂട്ടാൻ. ഒരാൾക്ക് ഇവിടെ പ്രവേശിക്കാൻ 1000 ഇന്ത്യൻ രൂപയാണ് ചിലവാകുന്നത്. ഇവിടെ പ്രവേശന കവാടത്തിൽ കാണുന്ന ഈ വാതിലിന് ഏകദേശം 200 വർഷം പഴക്കമുണ്ട്. ഇവിടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കുന്നത് ഭൂട്ടാനിൽ തന്നെ പ്രാദേശികമായി നിർമ്മിക്കുന്ന വൈൻ നൽകിക്കൊണ്ടാണ്. എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് ആ വൈൻ ഗ്ലാസ് ആണ്. നമുക്ക് മതിയാകുന്നത് വരെ അവർ വീണ്ടും വീണ്ടും അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഭൂട്ടാൻകാരുടെ പ്രത്യേകതയായ ബട്ടർ ടീയും വറുത്ത അരിയും രുചിച്ചു നോക്കാനുള്ള അവസരവും നമുക്ക് ഇവിടെയുണ്ട്. ഭൂട്ടാൻ ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരാഗതമായ പാനീയമാണ് ബട്ടർ ടീ. മധുരത്തിന് പകരം നേരിയ ഉപ്പുരസവും വെണ്ണയുടെ കൊഴുപ്പും കലർന്ന ഒരു പ്രത്യേക രുചിയാണ് ഈ ബട്ടർ ടീക്ക്. ഈ ഒഴിക്കുന്നതാണ് ബട്ടർ ടീ. ചായയേക്കാൾ ഒരു സൂപ്പ് കുടിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ഈ ബട്ടർ ടീ കുടിക്കുമ്പോൾ ലഭിക്കുന്നത്. ബട്ടർ ടീക്ക് വേണ്ടിയുള്ള ബട്ടർ ഉണ്ടാക്കുന്നത് യാക്കിൻ്റെ പാൽ ഉപയോഗിച്ചാണ്. വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ബട്ടർ ടീ നൽകുന്നത് ഭൂട്ടാൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം ഇവരോടൊപ്പം നൃത്തം ചെയ്യണം എന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഭൂട്ടാൻ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു കാര്യവും ഇതാണ്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാം നൃത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. സിംപ്ലി ഭൂട്ടാനിലെ മറ്റൊരു ആകർഷണമാണ് ഈ കാണുന്ന പെമ ഷെറിംഗ് എന്ന മരപ്പണിക്കാരൻ. ജന്മനാ കൈകൾക്ക് വൈകല്യമുള്ള ഇദ്ദേഹം തൻ്റെ കാലുകൾ ഉപയോഗിച്ചാണ് അതീവ മനോഹരങ്ങളായ മരശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂട്ടാൻ്റെ ദേശീയ കായിക വിനോദമാണ് ആർച്ചറി. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അതും പരീക്ഷിക്കാൻ അവസരമുണ്ട്. കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നുമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും അമ്പ് വന്ന് കൊള്ളുന്നത്. നമ്മൾ കൃത്യമായി അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുകയാണ് എങ്കിൽ ഇവർ നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിച്ച ഒരേ ഒരു വ്യക്തി മലപ്പുറത്ത് നിന്ന് വന്ന ഈ റിയാസ് മാഷാണ്.